നമസ്കാരം. ന്യൂസ് 11:30 സ്വാഗതം. ഇന്ന് ഓശാന ഞായർ. ക്രൈസ്തവ വിശ്വാസികളുടെ പീഡാനുഭവ വാരാചരണത്തിന് ഇന്ന് തുടക്കം. ലോകമെങ്ങും ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുകയാണ്. വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുകർമ്മങ്ങൾ നടക്കും. പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിനും മുന്നോടിയായുള്ള യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മയിലാണ് ഓശാന ഞായർ ആചരണം. കഴുതക്കുട്ടിയുടെ പുറത്തേറി ജെറുസലേമിലേക്ക് പ്രവേശിച്ച ക്രിസ്തുവിനെ ഒലിവിന്റെ ചില്ലകളേന്തി ആർപ്പുവിളികളോടെ ജനം സ്വീകരിച്ചതിന്റെ അനുസ്മരണമായാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുന്നത്. ഓശാന ഞായറിനോടനുബന്ധിച്ച് വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുകർമ്മങ്ങൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. പാലിയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ കുരുത്തോല വെഞ്ചിരിപ്പും പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. ഓർസ്ലം നഗരികളെ അനുസ്മരിപ്പിക്കും വിധം യഹൂദ വേഷം ധരിച്ച് കൈകളിൽ കുരുത്തോലകളേന്തി നൃത്ത ചുവടുകളോടെ രാജാതിരാജനെ വരവേറ്റു. നൃത്ത ചുവടുകൾക്ക് CLC പാലയൂരും ഇടവകയിലെ കൊച്ചുകുട്ടികളും നേതൃത്വം നൽകി. ഓശാന ഞായർ തിരുകർമ്മങ്ങൾക്കും ദിവ്യബലിക്കും തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തീർത്ഥകേന്ദ്രത്തിൽ 30 ഞായർ തിരുനാളിന്റെ ഭാഗമായി വൈകിട്ട് 3-ന് തളിയക്കുളകരയിൽ സമൂഹ മാമോദിസ ഉണ്ടാകും. അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മയിൽ വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് പെസഹ ദിനം ആചരിക്കും. തീർത്ഥകേന്ദ്രത്തിൽ കാൽക്കഴുകൽ ശുശ്രൂഷയും വീടുകളിൽ പുളിപ്പില്ലാത്ത അപ്പമുറിക്കൽ ശുശ്രൂഷകളും നടക്കും. അന്നേ ദിവസം ജീവകാരുണ്യ ആരാധനയും വൈകിട്ട് 7-ന് പൊതു ആരാധനയും ഉണ്ടാകും. ഓശാന തിരുകർമ്മങ്ങൾക്ക് തീർത്ഥകേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിൻറ്റ് പാണയങ്ങാടൻ, ഇടവക ട്രസ്റ്റിമാരായ ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, ചാക്കോ പുലിക്കോട്ടിൽ, PA ഹൈസൺ, സേവ്യർ വാക്കയിൽ, തീർത്ഥകേന്ദ്രം സെക്രട്ടറി ബിജു മുട്ടത്ത്, വിശുദ്ധവാര കമ്മിറ്റി അംഗങ്ങളായ PL ലോറൻസ്, തോമസ് വാക്കയിൽ, സിമി ഫ്രാൻസിസ്, ഡാർലി ജെയിംസ്, പാലയൂർ മഹാസ്ലീഹ മീഡിയ സെൽ അംഗങ്ങളായ ആൽബിൻ തോമസ്, ആൽബിൻ ബാബു എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ ഓശാന ഞായറിനോടനുബന്ധിച്ച് പ്രത്യേകം നടന്ന തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ, സഹവികാരി ഫാദർ ജീസ് അക്കരപ്പറ്റിയേക്കൽ, ഡീക്കൺ ബിൻസ് മുട്ടത്തിൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. എരുമപ്പെട്ടി സെന്റ് ജോസഫ് കപ്പേളയിൽ നിന്നും ആരംഭിച്ച പ്രദക്ഷിണം കുരുത്തോലകളുമായി ഓശാന ഗീതങ്ങൾ പാടിക്കൊണ്ട് പള്ളിയിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചു. സഹവികാരി ഫാദർ ജീസ് അക്കരപ്പറ്റേക്കൽ ഓശാന സന്ദേശം നൽകി. KCYM സംഘടനയുടെ നേതൃത്വത്തിൽ പ്രത്യേകം നിശ്ചല ദൃശ്യവും ഉണ്ടായിരുന്നു. കൈക്കാരന്മാരായ MV ഷാൻഡോ, TS ജെയ്സൺ, MK ജോൺസൺ, TO ഷൈജു എന്നിവർ നേതൃത്വം നൽകി. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ ഞായറാഴ്ച പുലർച്ചെ ഉണ്ടായ കനത്ത കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടം. വ്യാപാര സ്ഥാപനങ്ങൾക്കും 15ഓളം വീടുകൾക്കും നാശം സംഭവിച്ചു. നിരവധി മരങ്ങൾ കടപുഴകിയും പൊട്ടിയും വീണു. ട്രാൻസ്ഫോമർ ഉൾപ്പെടെയുള്ള വൈദ്യുതി പോസ്റ്റുകളും നിലംപതിച്ചു. ഇതോടെ വൈദ്യുതി ബന്ധവും താറുമാറായി. ആളപായമില്ലെങ്കിലും പ്രദേശത്ത് വ്യാപകമായ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രദേശത്ത് ഇതേവരെ വൈദ്യുതി ബന്ധം സ്ഥാപിക്കാനായിട്ടില്ല. പലയിടങ്ങളിലും ഗതാഗതം താറുമാറാകുകയും ചെയ്തു. രാമപുരം, ആനപ്പറമ്പ്, പെങ്ങാമുക്ക്, ചിറക്കൽ, മിച്ചഭൂമി, പാട്ടുമുറി, സ്രായിൽ പ്രദേശങ്ങളിലാണ് ഏറെയും നാശം സംഭവിച്ചിട്ടുള്ളത്. അതിജീവനത്തിനായി രാത്രി സമരം നടത്തി വരവൂർ തളി ഗ്രാമവാസികൾ. തങ്ങളുടെ ജീവിതം ദുരിതമാക്കുന്ന അറവുമാലിന്യ പ്ലാന്റിനെതിരെ രാത്രിയിൽ നടത്തിയ പ്രക്ഷോഭത്തിൽ ഗ്രാമം ഒന്നായി അണിചേർന്നു. വരവൂർ പഞ്ചായത്തിന്റെ സമര ചരിത്രത്തിൽ ഇടം പിടിക്കാവുന്ന പ്രക്ഷോഭമാണ് ശനിയാഴ്ച രാത്രിയിൽ തളി നടുവട്ടത്ത് നടന്നത്. അറവ് അവശിഷ്ട സംഭരണ പ്ലാന്റിനെതിരെ നടത്തിയ സമരത്തിൽ സ്ത്രീകളും കുട്ടികളും വയോധികരും ഉൾപ്പെടെ 1000ഓളം പേർ പങ്കെടുത്തു. കോഴി അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള അറവ് മാലിന്യങ്ങൾ സംഭരിച്ച് പൊടിച്ച് പൗഡറാക്കുന്ന വലിയ പ്ലാന്റാണ് തളി നടുവട്ടത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ പരാതികളും ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വലിയ സമരങ്ങളും നടക്കുന്നതിനിടയിലാണ് ജനവാസ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന പ്ലാന്റിന് വരവൂർ പഞ്ചായത്ത് പ്രവർത്തനാനുമതി നൽകിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ട്രയൽ റൺ നടത്തിയപ്പോൾ പ്ലാന്റിൽ നിന്ന് അതിരൂക്ഷമായ ദുർഗന്ധമുയർന്നിരുന്നു. ഇത് കിലോമീറ്ററുകളോളം വ്യാപിക്കുകയും തളി മഖാമിൽ നടന്നിരുന്ന ഉറൂസ് തടസ്സപ്പെടുകയും ചെയ്തു. തുടർന്ന് പ്രദേശത്ത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നാട്ടുകാർ പ്രതിഷേധവുമായി തടിച്ചുകൂടി. ഇതിനിടയിൽ സ്ഥലത്തെത്തിയ എരുമപ്പെട്ടി പോലീസ് ലാത്തിചാർജ് നടത്തുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 12 വയസ്സുള്ള പെൺകുട്ടിക്കും ലാത്തിയടിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. കൂടാതെ 30ഓളം പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു.
ഓരോരോ വീട്ടിൽ ചെല്ലുമ്പോഴും ഞങ്ങള് വിഷമങ്ങളാണ് അനുഭവിക്കുന്നത്. അപ്പൊ അത്രയും ഞങ്ങൾ നാടിന് വേണ്ടിയിട്ട് നന്നാക്കാനാണ് ഞങ്ങൾ പുറപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ പേരില് ഇവിടെ ഈ മാലിന്യ പ്ലാന്റിന് ഈ മാലിന്യം വന്ന വർഷം ഞാൻ പഞ്ചായത്തിലേക്ക് വിളിച്ചറിയിച്ചു. അതിന്റെ വോയിസ് റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. അവരാരും അന്വേഷിച്ചില്ല. നിങ്ങൾ ആരെങ്കിലും വന്ന് നോക്കുന്നോട് പറഞ്ഞിട്ട് കൂടി അവരാരും വന്നിട്ടില്ല. അപ്പൊ അതിന്റെ പേരില് എനിക്ക് ശക്തമായിട്ട് പറയാനുള്ളത്, മരിക്കുന്നത് വരെ ഞാൻ ഈ പ്ലാന്റിനെ ജീവനക്കാരെ കൊണ്ടുപോകുകയായിരുന്ന പോലീസ് വാഹനം തടഞ്ഞുവെന്നാരോപിച്ചാണ് ലാത്തിചാർജ് നടത്തിയത്. എന്നാൽ ഇൻസ്പെക്ടറോട് പരാതി പറയുവാൻ പോലീസ് വാഹനത്തിനടുത്ത് ചെന്ന വീട്ടമ്മമാരെ പ്രകോപിതരായ പോലീസ് മുന്നറിയിപ്പില്ലാതെ ആക്രമിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. അകാരണമായ പോലീസ് നടപടിക്കെതിരെയും ദുർഗന്ധം വമിക്കുന്ന പ്ലാന്റിന്റെ പ്രവർത്തനം തടയണമെന്ന് ആവശ്യപ്പെട്ടുമാണ് ഇന്നലെ രാത്രിയിൽ വൻ പ്രതിഷേധം നടന്നത്. ഇന്നത്തെ ഈ ഭരണാധികാരികളോട് ഒന്നേ പറയാനുള്ളൂ, ഈ ഒരു മാലിന്യ പ്ലാന്റ് ഇവിടെ വരാൻ ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ സമ്മതിക്കില്ല. സ്ത്രീകളും പെണ്ണുങ്ങളും ഇവിടെ സമ്മതിക്കില്ല. കുട്ടികളടക്കം ഞങ്ങൾ സമ്മതിക്കില്ല. അതിന് മുൻനിരയില് ഞങ്ങൾ സ്ത്രീകളും കുട്ടികളും ഒപ്പം ഉണ്ടാവും. കോടതിയിൽ വരെ കേസ് നിലനിൽക്കുമ്പോൾ പ്ലാന്റിന് പ്രവർത്തിക്കുവാൻ ലൈസൻസ് നൽകിയ വരവൂർ പഞ്ചായത്തിനെതിരെയും പ്രതിഷേധമുയർന്നു. സമരത്തെ നേരിടാൻ വൻ പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നെങ്കിലും സമരം സമാധാനപരമായി അവസാനിപ്പിച്ചു. അതേസമയം ശക്തമായ തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുവാനാണ് തീരുമാനമെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു. ആക്ഷൻ കൌൺസിൽ നേതാക്കളായ CU അബൂബക്കർ, പരീദ്, KS മുഹമ്മദ്, ബിബിൻ കുടിയേടത്ത്, സുഭാഷ്, KM ഹനീഫ, ഫാസിൽ, അനിത, ഫാത്തിമ, കോച്ചിയമ്മ, അസ്ഹർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ഈ പ്രദേശത്തെ നല്ലവരായ ജനങ്ങൾ സുസംഘടിതമായ അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പാവപ്പെട്ട കുട്ടികളെയും സ്ത്രീകളെയും ഉൾപ്പെടെ ലാത്തി കൊണ്ട് കുത്തുന്ന സാഹചര്യമുണ്ടായി. അതൊരു കുട്ടിക്ക് ലാത്തിയുടെ അടിയേറ്റു. ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, ആ കുട്ടി കുത്തിയത് ശരിയാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ ആത്മസമീപനം പാലിച്ചത് ഒരുത്തരെയും പേടിക്കാൻ വേണ്ടിയല്ല. കാക്കി ഉടുപ്പിനെ ഞങ്ങൾ ബഹുമാനിക്കും. കാക്കി ഉടുപ്പിട്ട് തമ്മാടികളായാൽ തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം തടയുന്നതിന്റെ ഭാഗമായി കരിയന്നൂരിൽ ജാഗ്രതാ സമിതി രൂപീകരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി കരിയന്നൂർ പാലം പരിസരത്ത് നടന്ന യോഗത്തിൽ വാർഡ് മെമ്പർ സതി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ കുഞ്ഞുമോൻ കരിയന്നൂർ, NK കബീർ, KR മണികണ്ഠൻ, കൈരളി വായനശാല പ്രതിനിധി TR ഉണ്ണികൃഷ്ണൻ, രശ്മി, ക്ലബ് പ്രതിനിധി PS അനൽ, ഡോക്ടർ സുധീഷ് കുമാർ, വിജയൻ കണ്ടമ്പുള്ളി, രഘു കരിയന്നൂർ എന്നിവർ നേതൃത്വം നൽകി. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ആരെയും സംരക്ഷിക്കില്ലെന്നും നാട്ടിൽ ലഹരി വ്യാപനവുമായി എത്തുന്നവരെ നിരീക്ഷിക്കുവാനും യോഗം തീരുമാനിച്ചു. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ വിനോദ് മുളങ്ങുന്നത്തുകാവ് ക്ലാസ് നയിച്ചു. വാർഡ് മെമ്പർ സതി മണികണ്ഠൻ ചെയർപേഴ്സണും ചന്ദ്രൻ തേറുപറമ്പിൽ കൺവീനറുമായി വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, കുടുംബശ്രീ, വായനശാല പ്രതിനിധികൾ, ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങി 21 അംഗ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. തിരുവത്ര കോട്ടപ്പുറം മാരിയമ്മൻ ശ്രീ ഹനുമാൻകുട്ടി ക്ഷേത്രത്തിൽ ഹനുമത് ജയന്തി ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, പഴക്കുല സമർപ്പിക്കൽ, വടമാല, നാരങ്ങമാല, പുഷ്പാഞ്ജലി, നാമജപം എന്നിവ നടന്നു. ക്ഷേത്രമേൽശാന്തി രഞ്ജിത്ത് പൂജകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥൻ കളത്തിൽ ശ്രീധരൻ, മകൾ സുജാത, സജീവൻ എന്നിവർ ഹനുമാൻ സ്വാമിക്ക് ഗദ വഴിപാടായി സമർപ്പിച്ചു. തുടർന്ന് പ്രസാദ വിതരണവുമുണ്ടായി. നിരവധി ഭക്തജനങ്ങൾ സംബന്ധിച്ചു. ക്ഷേത്രം കോമരം ജനീഷ് താമരത്ത്, ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് EA രവീന്ദ്രൻ, സുധീർ രവീന്ദ്രൻ, മോഹനൻ കളത്തിൽ, KK സതീന്ദ്രൻ, ഗോപി കളത്തിൽ, KK ഭരതൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ വിഷു വിപണന ചന്ത ആരംഭിച്ചു. ചാലിശ്ശേരി സെന്ററിൽ കടവാരത്ത് ഷോപ്പിംഗ് സെന്ററിൽ ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ വിഷു ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പൂളിയഞ്ഞാലിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആനി വിനു, പഞ്ചായത്ത് അംഗം സജിത ഉണ്ണികൃഷ്ണൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ലത സൽഗുണൻ, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി, കുടുംബശ്രീ അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ലത സൽഗുണനും ചേർന്ന് കടവാരത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉടമ രാമചന്ദ്രൻ കടവാരത്തിന് നൽകി നിർവഹിച്ചു. ചക്കവറവ്, ചിപ്സ്, കൊള്ളിവറവ്, അരീരം, അവിൽ വിളയിച്ചത്, ഉണ്ണിയപ്പം, മിക്സ്ചർ, പൊക്കുവട, ചമ്മന്തിപ്പൊടി, വിവിധതരം അച്ചാറുകൾ, മുളകുപൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി, പച്ചക്കറികൾ, സോപ്പ്
തുടങ്ങിയവ വിഷു വിപണിയിൽ ലഭ്യമാണ്. തിങ്കളാഴ്ച വിഷു ചന്ത സമാപിക്കും. കാണിപ്പയ്യൂർ മനസ്സ് വിധവാ സംഘത്തിന്റെ വിഷു ഈസ്റ്റർ ആഘോഷവും അരി പച്ചക്കറി കിറ്റ് വിതരണവും നടത്തി. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ മനസ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ജയപ്രകാശ് ഇലവന്ത്രയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ പനക്കൽ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭാ സെക്രട്ടറി കെ.ബി. വിശ്വനാഥൻ അരി വിതരണം ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകൻ സി. ഗിരീഷ് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി. ജീവകാരുണ്യ പ്രവർത്തകൻ ജിന്നി കുരുവിള വിഷു ഈസ്റ്റർ സന്ദേശം നൽകി. ജീവകാരുണ്യ പ്രവർത്തകൻ വിശ്വനാഥൻ ചുള്ളിയിൽ അരി പച്ചക്കറി കിറ്റ് വിതരണം നിർവഹിച്ചു. ചടങ്ങിൽ കുന്നംകുളം YWCA പ്രസിഡന്റ് പ്രിയ ജിന്നി മുഖ്യാതിഥിയായി. വിധവാ സംഘം കുന്നംകുളം മേഖലാ പ്രസിഡന്റ് കുമാരി സ്വാഗതം പറഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തകൻ അയ്യപ്പൻ പനങ്ങാട്ട്, മനസ്സ് വിധവാ സംഘം രക്ഷാധികാരി സത്യഭാമ വിശ്വനാഥൻ, കുന്നംകുളം മുൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് മഹേഷ് തിരുത്തിക്കാട്, മുൻ വാർഡ് കൗൺസിലർ VG അനിൽ, ഓപ്പൺ ഫോർ ന്യൂസ് റിപ്പോർട്ടർ പ്രദീപ് മാസ്റ്റർ, സംഗീത അധ്യാപകൻ ഷാജി സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. മനസ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് കൺവീനർ സുനിത ഷൈജൻ നന്ദി പറഞ്ഞു. വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കും വെള്ളാറ്റഞ്ഞൂർ പാടശേഖര സമിതിയും സംയുക്തമായി വിഷുവിനോടനുബന്ധിച്ച് സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചു. സമൂഹ ചിത്രരചന ഫാദർ ഡേവിസ് ചിറമലും സാംസ്കാരികോത്സവം വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബിയും ഉദ്ഘാടനം ചെയ്തു. ശനിയാഴ്ച രാത്രിയിൽ നടന്ന ആദരവ് സന്ധ്യ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. മുൻ ബാങ്ക് പ്രസിഡന്റ് AN സോമനാഥൻ അധ്യക്ഷനായി. ഗുരുവായൂർ മേൽശാന്തിയായിരുന്ന ശ്രീജിത്ത് തിരുമേനി, രാഷ്ട്രപതിയുടെ മെഡൽ നേടിയ BSF അംഗം PA സത്യനാഥൻ, MA സംസ്കൃതത്തിൽ ഫസ്റ്റ് റാങ്ക് നേടിയ AK കൃഷ്ണേന്ദു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ്, മെമ്പർ PN അനിൽ മാസ്റ്റർ, പാടശേഖര സമിതി പ്രസിഡന്റ് വിശ്വനാഥൻ, ബാങ്ക് സെക്രട്ടറി PA ഉണ്ണികൃഷ്ണൻ, ബോർഡ് മെമ്പർ CN സൈമൺ എന്നിവർ സംസാരിച്ചു. ബാങ്ക് പ്രസിഡന്റ് വേണു വാര്യർ സമ്മാനദാനം നിർവഹിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വഞ്ചിപ്പാട്ടും നാട്ടുകാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിയിൽ ഏപ്രിൽ 11 വെള്ളിയാഴ്ച സുവിശേഷ യോഗം ആരംഭിച്ചു. ശനി ഞായർ ദിവസങ്ങളിൽ സന്ധ്യയ്ക്ക് 6:15 നമസ്കാരവും 7 ഗാന ശുശ്രൂഷയും 7:15 വചന ശുശ്രൂഷയും ഉണ്ടാകും. വെള്ളിയാഴ്ച ഫാദർ ജോർജ് ചാക്കോ വചന പ്രഘോഷണം നടത്തി. ശനിയാഴ്ച ഡീക്കൻ റിന്യൂ പ്രിൻസും ഞായറാഴ്ച ഫാദർ TC ജേക്കബും വചന ശുശ്രൂഷ നടത്തും. വികാരി ജോസഫ് ചെറുവത്തൂർ സമാപന സന്ദേശവും ഫാദർ സജയ് ജോസ് സ്വാഗതവും സിഞ്ചു സജിൻ നന്ദിയും പറഞ്ഞു. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.